പ്രിയ ഭക്തരെ, രാമായണ മാസത്തോടനുബന്ധിച്ച് മണ്ണൂർ ശ്രീ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന രാമായണ പാരായണത്തിൻ്റെ കുറച്ചു ഭാഗങ്ങൾ ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഭക്തർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. രാമായണം നമ്മുടെ വീടുകളിൽ നിത്യവും പാരായണം ചെയ്യാനുള്ളതാണ്. ഒരു കർക്കിടക മാസത്തിലേക്ക് ചുരുക്കാനുള്ളതല്ല രാമായണ പാരായണം. ആധുനിക മനുഷ്യൻ്റെ ജീവിത തിരക്കുകളിൽ അത് കർക്കിടക മാസത്തിൽ ഒതുങ്ങിപ്പോയി എന്ന് മാത്രം. വീടുകളിൽ ദിവസവും രാമായണം പാരായണം ചെയ്യുകയാണെങ്കിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും വന്നുകൂടും. നമ്മുടെ കുട്ടികളെയും രാമായണ വായന പഠിപ്പിക്കുക. ഹരി ഓം. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നമ്മളെങ്കിലും വന്നിരിക്കുന്നു. വന്നേരുമില്ലേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോ ദുജോന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ. മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്ന ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നവൻ നല്ല ചോരനെത്രയുമേവൻ കരഞ്ഞേതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി ഗന്ധരൻ തനിക്കതിനുള്ള അവയമെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകാവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായരീതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകീല രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ കാമ്പുജത്തിങ്ക് നെങ്ങിനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭാതൃനാശനത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസീ ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശകമാക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധാർത്ഥമവൻ തന്നുട നിയോഗത്താൽ കൂടെ പോന്നിതു നീയൻ രാമനും നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചൊല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവാൻ ഞാനറിഞ്ഞാലും. ചേതസീ ഭാര്യ ഹരണോദ്യജനായ നിന്നെ സോദരാ ബുദ്ധ്യാ ധരിച്ചില്ല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണു തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൽ. നിനക്കൂദാശമടുത്തിരിക്കുന്നിതുപാരമെനിക്കൂ തിരുച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ണി ദിത്യഗന്ധ്യത്വം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ. മനുവംശാദീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണന്തനായ അവതരിച്ചിടിനാനവനിയിൽ. ജടയും വത്സലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതുദശാസിനും. ഭിക്ഷുവേഷത്തെ ഗുണരക്ഷോനാഥനെ കണ്ടു ദർശനമായ സീതദേവിയും വിനീതയായി. ഭക്ത്യാബലമൂലാദികളും സ്വാഗതവാക്യം പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നീടുക തപോനിധേ.
ഭർത്താവുമരും ഇപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും, ശ്രുത്തുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാഭങ്ങൾ കേട്ടു സത്വരം വിക്ഷുരുചി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലാവിലോചനെ കമനീയാങ്ങിനീയ രമലേ ചൊല്ലിയിടു നീ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തോരായുധവാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നു താനും. മേദിനി സുതയതു കേട്ടുരതീടിന മേദിനി പതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാ നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുതവീരൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും ഭീത്യാരജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകാനനം തന്നിൽ. 14 കഴിവോളവും വേണം താനും മതിന്നു പാത്തിരും നീടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായഴും നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ യാരറിയാതെയുള്ളു. നിർമ്മലേ കാമപരിതപ്തനാഴ്ചമഞ്ഞു ഞാൻ നിന്മൂലേ മതിഞ്ഞു നീ പോരേണം മായാസാഗം. ലങ്കയാം രാജൻ വനോർനാട്ടിലും മനോഹരൻ കിങ്കരനായേന്ദ്രവാലോകസുന്ദരിനാഥേ. താപസാവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണഗതനായോരെന്നെ നീ ഭജിച്ചാലും മരണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്നും. കേവലമടുത്തിതോ മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടുകൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമാ ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടം ക്രോധം പൂണ്ടു മൂർത്തിച്ചീതനായ നേരം. തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി തന്നിബന്ധശാനനും വിംശതി മഹാഭുജം. അഞ്ജന ശൈലങ്കാരം കാണായ നേരമുള്ളിലഞ്ഞസാഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയെയും തേരിയിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസിനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ഹാഹാ പ്രാണേശ്വരാ പാഹി മാം ഭയാതുകാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ദാനം ചെയ്തിനാൻ ജടായുവും. ദിഷ്ടദിഷ്ടഗ്രേ മമാ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധാര ബുദ്ധിയോടും ഗർഗരാജനുമൊരു പത്രവാനായുള്ളൊരു കദ്വരാജനെ പോലെ ബന്ധുവൈരത്തോടതിക്രൂർത്തനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രാലി ലക്ഷമായി മായ ചമയുന്നീ ദദ്രികളിളകുന്നു വിദ്രുത മധുനേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെട്ടു താനനങ്ങളും കീറി മുറിഞ്ഞു വശം കേട്ടു. ഭീഷണ തുണ്ടാഗ്രം കൊണ്ടു നേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു ചൊന്നു വീഴ്ത്തിനാലശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയു മുടുങ്ങീതേനാർത്തി പൂണ്ടെഴുന്നോരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി
രോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ലക്ഷിത തന്നിൽ വീണ ലക്ഷ്മനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തേരിലേറിഞ്ഞിട്ടതു മറ്റൊരു തേരിലേറിയിട്ടെറ്റുന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലവരായിട്ടും നൊറ്റിച്ചു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കുറ്റവാക്കുകളെല്ലാം ജാനകി ദേവിതാനും ഭർത്താവ് തന്നെ കണ്ടു ശാന്തം പറഞ്ഞു ഉത്തമനായ നിന്റെ ജീവനും പോകായിരുന്നു വൃത്തിപുത്രിയം വരം പത്രിരാജന് നൽകി വൃത്തിമണ്ഡലമകന്നാശുമേൽക്കോട്ട് പോയാൾ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അയ്യോ രാഘവാചകം നായക, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാലും ഇല്ലേ എനിക്കയ്യോ പാവം. ലക്ഷ്മണനോട് ഞാൻ പരുഷം ചൊല്ലിയനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാജയാനിലേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാൾ ഇരുകാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം എന്നോ പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസ മഹാസത്വവാരിതേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തോ ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. വൃത്തിയും കീപ്പോട്ടു നോക്കും നേരം, കീപ്പോട്ടാച്ചു നോക്കും നേരം അത്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയ വഹിച്ചു തന്നുത്തരീയാത്രകണ്ഡം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനുകാൾ മാം യോഗം വരികെന്നകതാര് സ്മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചു സീതാദേവി മത്തനം നക്തഞ്ചരൻ അറിഞ്ഞില്ലതുമപ്പോൾ. തീര്യതൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ കൃത്യന്മാരായാതിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാനന്ദശാനനൻ. ഉത്തമോത്തമനായ ജാനകി ദേവി പാരിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും വിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമ രാമേതി ജപധ്യാനനിഷ്ഠയാ ബഹുയാമിനീചര കുലനാരികളുടെ മധ്യേ നീഹാരശീതാതപവാതപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു മായ സങ്കടം മനുഷ്യജന്മത്തിലാത്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമനും മായാമൃഗമേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാശ്രമിച്ചു കൊന്നു. വേഗേന കൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവീഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതോ കണ്ടു രാഘവൻ താനും മുക്കാമിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത
ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോച്ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നായി. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജായി കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചോകിയ കാലം ഭൂമിയിൽ വസിച്ചിരാം. പുഷ്കരോത്ഭവ നിത്തം പ്രാർത്ഥിക്കാൻ നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മക്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകത്താരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ? എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്കെന്തോ അരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേനുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ വാക്കവും തൂകി തൂകി. ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം നിന്നെ ഗ്രഹിച്ചിരുന്നിപ്പോൾ. ഇത്തരം മുക്തങ്കരൻ തന്നിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവ നാദമെന്നുറക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ രാജാവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം. കാഷണം പൊറുക്കെന്നു ഞാൻ പലരു ചെയ്തൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും മുര ചെയ്താൾ എന്നോടും പലതരം. ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നോ ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ കുത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരോമലരടി വന്ദിപ്പാൻ ഇടകൊണ്ടേൻ. എങ്കിലും വിളച്ചിതോ പോന്നിതോ സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ? നിർവചനങ്ങൾ കേട്ടാൽ ദോഷമാരുടെ വാക്കോ സത്യമെന്നോർക്കുന്നവൻ ദോഷനെത്രയോ നിന്നോ നീ അറിയുന്നതില്ലേ? രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിലച്ചുട ചാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലവെച്ചാൻ നിഷ്കളനാരാമൻ ഗുണനാഥാനന്ദൻ. ആഹാ വല്ലഭേ സീതേ, ആഹാ മൈഥിലീനാഥേ, ആഹാ ജാനകി ദേവി, ആഹാ പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ലങ്ങി നീ വെളിച്ചത്തോ വന്നിടോ മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാനോ വിവശനായി. വനദേവതമാരെ നിങ്ങളും ഉണ്ടോ കണ്ടോ? വനജേഷണയായ സീതയെ സത്യം ചൊല്ലിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടോ കണ്ടോ? മൃഗലോചനായ പുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടോ കണ്ടോ? പത്മരാഖിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനും ഉണ്ടോ കണ്ടോ? ഇത്തമോരോന്നേ പറഞ്ഞിത്രയും ദുഃഖം
സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയേനഖണ്ഡനാത്മാ ആനന്ദാത്മാ ആത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കോ ദുഃഖം സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശാസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്ന എത്രയുമടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാൺകടോ കുമാരനേ. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോട് പോയപ്പോൾ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കൂപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതൊരുദാനനി കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവേനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്യമിങ്ങാശു തന്നീടുന്നതു കേട്ട നേരം ചിത്രഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വന്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമിത്രയും തവ താതനും വിശേഷിച്ചും സിദ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്ന നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായി നിന്ദിരാദേവിയോടും പരവും വാങ്ങിക്കൊണ്ടേ. തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിതേ. തൃക്കഴലിന നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ട് ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ട് തലോടിയിടിനാൻ അവനുടൻ. ദുഃഖാശ്രുപ്ലുതനയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരുവതിനായനുഗ്രഹിക്കേണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാനവകാശം. വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം പുണ്യപുരുഷ പുരുഷോത്തമാദയാനിതേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മാ മായാ മനുഷ്യരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കൈവണ്ണം കാണായ മൂലം ബന്ധവു മറ്റു മുക്തനായേ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക കുസുമ അമൃതകരതലം തന്നാൽ. ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ ഇന്ദിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ. മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ. കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശനാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ
ഉത്തമാംഗത്തെ എടുത്തുത്സംഗസിനി ചേർന്നിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടും ചൊന്നാൻ നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു, പിന്നെ സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയവനുണ്ടാവാൻ ചിത്രാർത്ഥമായി പിതൃർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനിതുകൊണ്ടു തൃപ്തനായി ഭരിച്ചാലും കാരുണ്യമൂർത്തി കമലക്ഷണൻ മധുവൈരി വാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരീഗത പത്മ മകുട പീതാംബരം അങ്കിതരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു സന്നദ്ധത്തോടും ഉയരെ കൂപ്പിത്തോടും ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായു സ്തുതി അഗണ്യ ഗുണമാദ്യം അവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം महिद कटाक्ष विक्षपितावराशुचं रहितावली सुधामिन्दिरा मनोहरं श्यामलं जडामूढोज्ज्वलं चराचर कोमलकराम्बुजं प्रणतोऽस्म्यहं रामं भुवनकमनीय योगमीडितं विभासुर भीष्टप्रदं शरणं सुरपाद पादवमूलरचितनिलयं सुरसञ्जय सेव्यं प्रणतोऽस्म्यहं रामं भवगानन्दनदवदहनं नामधेयं भवपङ्कज भवमुगदैवदत्तेवं सनुजपदिकोडे सहस्रविनाशनं मनुजागारं हरिं प्रणतोऽस्म्यहं रामं भवद्भावनादूरं भवस्वरूपिणं भववीरविदं मुनिसेवितं परं भवसागरतरणातिभूतलं नित्यं नाशयानिशं प्रणतोऽस्म्यहं रामं गिरीशगिरिसुधा हृदयाम्बुजवासं गिरिनायकधरं गिरिवक्षारिसेव्यं सुरसञ्जयधनुजेन्द्रसेवितपादं सुरभमणिनिभं प्रणतोऽस्म्यहं रामं परदारार्थपरिवर्जितमनीषिणां परपुरुषगुणबोधिसन्तुष्टात्मनां परलोकैकहितनिरतात्मनां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामं स्मितसुन्दरविकसितवक्त्राम्बोरुहं स्मृतिगोचरसीताम्बुदगलेवरं सितपङ्कजारुनयनं रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामं ജലപാത്രൗകസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭൂരൂപഭേദേന ഗുണത്രിതയാ വിരാജിതം കേവലം വിരാജതം ത്രിദശ മുനിജന സ്തുതമവ്യക്തമജം क्षितिजा मनोहरं प्रणतोऽस्म्यहं रामं मन्मथशतकोटि सुन्दरकळेबरं जन्मनाशादिहीनं चिन्मयं जगन्मयम् ബ്രഹ്മ
പ്രസിദ്ധ കാലരാത്രിയ മഹാവീരേന്ദ്രവദനരാജല്യം വസുരൂപിണീ മണിക്കൂലാംബജനിലയവദനത്രയ അംബുജവിലോചനേ സന്തതം നമസ്കാരം. യുദ്ധമർദ്ദിച്ചു മർത്യാസ്വദിച്ചു ഗന്ധർവനോട് ഉത്തമ പുരുഷൻ ദേവനൂമരുൾ ചെയ്തു. സന്തുഷ്ടനായേന്തവ സ്തുത്യാനില നിശ്ചല ഭക്ത്യ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മത്പദം പ്രാപിച്ചാലും
സ്ഥാനമേ സനാതനം യോഗീന്ദ്രഗമ്യം പര മാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിതോ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പാഞ്ഞാ നിസ്ത്രോത്രം ഭക്ത്യാചരിച്ചിടുന്നു ജനങ്ങൾക്ക് മുക്തി സംഭവിച്ചിടൂമില്ല സംശയമേതും ഭക്തനാമിനക്കാതപതനാകിനി വരാ ഇത്തരം വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശേഷൻ മംഗലം വരുത്തുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ മുമ്പിലമ്മാറു കാണാം തേക മതങ്ങാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്ന ശബരീതം തപസ്സിനി ത്വത്പാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയാ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയാൽ അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമനാമ മഹിമയേ അറിഞ്ഞവരാരുലകിൽ മനുജാനി ജപിക്കേണം രാമനാമം സതതം. രാമനാമ മഹിമയേ അറിഞ്ഞവരാരുലകിൽ മനുജാനി ജപിക്കേ